ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിന്ന് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് ആണ് ചെയ്യുന്നത്. നെറ്റ് ഫാബ്രിക് കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നെറ്റിൽ കണ്ടാണ് എങ്ങനെയാണ് ചെയ്ത് നോക്കുന്നത് പഠിച്ചതാണ്. അപ്പം നമ്മളിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ ഇതുപോലത്തെ എംബ്രോയ്ഡറി സ്റ്റാൻഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമേ. അപ്പോൾ അത് നമുക്ക് വുഡിൻ്റെ ഉണ്ട്, അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് വേണേലും ഉപയോഗിച്ച് നമുക്ക് ഇതുകൊണ്ട് ഈ ഒരു സ്റ്റാൻഡ് യൂസ് ചെയ്യാവേ. ആദ്യമേ നമ്മൾ ഈ സ്ക്രൂ ഇങ്ങനെ അയച്ചു കൊടുത്ത് ഇതിനെ രണ്ടാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ഈ ഫ്രെയിമിനെ രണ്ടാക്കുന്നു. എന്നിട്ട് അകത്തിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഫാബ്രിക്കിൻ്റെ നല്ല വശം പുറത്ത് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ അടുത്ത ഭാഗം എടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ക്ലോത്തിനെ നമ്മൾ ടൈറ്റാക്കി 4 സൈഡിലും നിന്നും വലിച്ച് ടൈറ്റാക്കി കൊടുക്കണേ. ഇങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റാൻഡിലേക്ക് നമ്മളുടെ ഫാബ്രിക്കിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് എന്താണോ ഒരു ഡിസൈൻ വേണമെങ്കിൽ ആ ഡിസൈൻ നമുക്ക് ആദ്യമേ ഇവിടെ വരച്ച് കൊടുക്കുകയും ചെയ്യാവേ. അപ്പോൾ ഇനി നമ്മളുടെ ഈ ഒരു ഫ്രെയിമിനെ നമ്മൾ ഈ പ്രഷർ ഫൂട്ടിൻ്റെ അകത്തേക്കാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എല്ലാം ഇവിടെ തട്ടി നിൽക്കുകയാണ്. ഏത് ഫ്രെയിം ആണെങ്കിലും തട്ടി നിൽക്കും. അപ്പോൾ നമ്മളിവിടുത്തെ സ്ക്രൂ അഴിച്ച് ഈ പ്രഷർ ഫൂട്ടിനെ മാറ്റിയതിന് ശേഷം ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടേക്ക് ഇതുപോലെ തന്നെ ഈ പ്രഷർ ഫൂട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഈ സ്റ്റാൻഡ് ഇതിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യമേ നമ്മളിത് അഴിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഫ്രെയിം ഇതിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ സ്ക്രൂ നന്നായിട്ട് ടൈറ്റിങ് കൂടെ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മളൊരു പേപ്പർ എടുത്തിരിക്കുകയാണ്. ഒരല്പം കട്ടിയുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ലെങ്ത് നമ്മൾ 4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. വിഡ്ത്ത് ഒരു സൈഡിൽ 2 ഇഞ്ച്. ഇനി നമ്മളിവിടെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. നമ്മൾ ഷേപ്പ് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓവൽ ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ഇതള് പോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇവിടെ ഇങ്ങനെ നമുക്ക് നല്ല ഓവൽ ഷേപ്പ് കിട്ടുന്ന രീതിയിലാണ്. അവിടെ ഒരു കുനിപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതിന് മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ അതിന് കുനിപ്പിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അന്നേരം അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരല്പം പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം നല്ല ഓവൽ ഷേപ്പ് വരുന്ന രീതിയിൽ കിട്ടുന്ന രീതിയിൽ ചെയ്തെടുക്കണം. ഇനി നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും വലിപ്പം വേണ്ടാന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരല്പവും കൂടെ വലിപ്പം കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഓരോ ഇതളിൻ്റെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാവേ. ഇപ്പം ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ മുകൾ ഭാഗത്തു നല്ല റൗണ്ട് ഓവൽ ഷേപ്പ് പോലെ വരണം. അവിടെ ഒരു കുനിപ്പിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാലും വലിയ നീറ്റായി നമുക്ക് കിട്ടത്തില്ല. ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ അങ്ങനെ ഇട്ടിട്ട് അത്ര പെർഫെക്റ്റ് ആയില്ല. അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഈ ഫ്രെയിമിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ആ സെൻറ്ററിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ എടുക്കേണ്ട ഫാബ്രിക്കാണ് ഇത്. നമ്മൾ നെറ്റിൻ്റെ ഫാബ്രിക്കാണ്. വളരെ തിന്നായിട്ടുള്ള ഫാബ്രിക്ക് നമ്മൾ എടുക്കാനായിട്ട് നോക്കണേ. അതുപോലെ തന്നെ നമുക്ക് ഓർഗൻസ ഫാബ്രിക്കും ഒക്കെയും ഇതിന് നല്ലതാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ നെറ്റിൻ്റെ വളരെ തിന്നായിട്ടുള്ള ഫാബ്രിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് ഒരല്പവും കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കുറച്ചുകൂടെ നീറ്റായി നമുക്ക് ഭംഗി തോന്നിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ നെറ്റിൻ്റെ ഫാബ്രിക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഷേപ്പ് ആ പോയിൻ്റ് കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ത്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ നോർമൽ ത്രെഡാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ താഴെ ബോബൻ കേസിലും നോർമൽ നമ്മളുടെ നൂലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സാധാ നൂലിട്ട് നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പ്രത്യേക തരത്തിലുള്ള നൂലൊന്നുമല്ല, സാധാ നൂലാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഷേപ്പ് എങ്ങനെയാണോ ഇനി നമ്മൾ ഈ കറക്റ്റ് വെച്ച് കൊടുത്തിരിക്കുന്ന ഷേപ്പിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് പിടിക്കണേ. അതിന് തെന്നൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാൻ പാടില്ല. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് എപ്പോഴും അത് കറക്റ്റാണോ എന്ന് ഇങ്ങനെ നോക്കി വേണം. കാരണം നമ്മൾ അവിടെ പിന്നൊന്നും കുത്തി കൊടുക്കുന്നില്ല. കൈകൊണ്ട് പിടിച്ചാണ് അതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കോർണറൊക്കെ അതിൻ്റെ അതേ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന പേപ്പറിൽ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതിൻ്റെ സൈഡ് വഴിയാണ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത്. നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ത്രെഡിനെ റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ ഇപ്പം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നമ്മൾക്ക് ഈ ഭാഗം
ചെയ്തെടുത്തു. ഇനി ബാലൻസ് ഉള്ളതിന് അതിനെയാണ് നമ്മൾ അങ്ങോട്ട് നീട്ടിയിട്ടത്. അതിനെ നമ്മളിങ്ങനെ തിരിച്ചെടുക്കുന്നു. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൻ്റെ ഭാഗം ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് നല്ല നീറ്റായിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഗാദറിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ സെൻറ്ററിലേക്ക് ചെയ്തെടുത്തു. ഇവിടെ എങ്ങനെയാണോ ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗവും നമ്മളിങ്ങനെ ചുരുക്കിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചുരുക്കിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് ആ സെയിം കളറുള്ള ഒരു നൂലെടുത്ത് എന്നിട്ട് ഇതിനെ നമ്മളിങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. അതിന് വേണ്ടി നമ്മൾ ഈ ഭാഗം ഇതുപോലെ നന്നായിട്ട് നമ്മൾ ടൈറ്റായിട്ട് ഒരു 5-6 പ്രാവശ്യം ഇങ്ങനെ നൂല് ചുറ്റിയെടുത്ത് നല്ല ടൈറ്റാക്കി നമ്മൾ അവിടെ ഇങ്ങനെ നൂല് കൊണ്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് നന്നായിട്ട് നമ്മളവിടെ ടൈറ്റാക്കി ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ബാലൻസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഒരല്പം ബാലൻസ് നിർത്തി ഇങ്ങനെ എടുക്കണം. ഇപ്പം നമുക്ക് ഈ അകത്ത് വെച്ചിരിക്കുന്നത് നയഞ്ഞതുപോലെ തോന്നും. എന്നിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് നന്നായിട്ട് ആ ഭാഗം വലിച്ച് പിടിച്ച് നല്ല ടൈറ്റാക്കി കൊടുത്ത് എന്നിട്ട് ഈ നമ്മൾ ആദ്യമേ കെട്ടിട്ട് കൊടുത്തില്ലേ അതിൻ്റെ ഇപ്പുറം വഴി നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതേ ഷേപ്പിൽ നമ്മൾ അവിടെ നന്നായിട്ട് പിടിച്ച് വലിച്ച് ടൈറ്റാക്കി വെച്ച് കൊടുത്താണ് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് ലഭിക്കുക. നമ്മൾ ഇതുപോലെ സെയിം അളവിലും സെയിം പ്രോസസ്സിലൂടെയും ബാക്കി ലീഫുകളും നമ്മളിങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ്. കറക്റ്റ് സെൻറ്ററിൽ നമുക്കിതൊരു ഫ്ലവറായിട്ട് അവിടെ ഇരുന്നോളും. കാരണം ഈ ഒരു ക്ലോത്ത് നമ്മളുടെ ഈ നെറ്റിൻ്റെ ഫാബ്രിക്ക് നൂല് വലിഞ്ഞു പോവില്ലാത്ത ഇനമായതുകൊണ്ട് നമുക്ക് അവിടെ ഇനിയും പ്രത്യേകിച്ചൊന്നും വെച്ച് കൊടുക്കേണ്ട. അത് സെൻറ്ററിൽ നമുക്ക് ഒരു ഫ്ലവറായിട്ട് ഇങ്ങനെ ഇരുന്നോളും. ഇനി ഇതിൻ്റെ സൈഡുകളിൽ നമുക്ക് ഇതുപോലെ ബാക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പം ബാലൻസ് ക്ലോത്ത് തീർന്നു പോയി, അതുകൊണ്ട് ഇവിടം കൊണ്ട് നമ്മളിത് നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വളരെ ട്രെൻഡി ആയിട്ട് ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതുപോലുള്ള വീഡിയോസ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കാണാം. അത് വെച്ചാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിലെ പട്ടുപാവാടയിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവേ. അപ്പം കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്യുമ്പോൾ നെക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ ഫ്ലവറും ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ ഉടുപ്പിൻ്റെയൊക്കെ ബോട്ടം ഭാഗത്ത് ചെയ്യാം. പട്ടുപാവാടയുടെ ബോട്ടം ഭാഗത്തെ പട്ടുപാവാടയുടെ ബ്ലൗസിലെ ഒക്കെ നമുക്ക് ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ചെറുതും വലുതുമൊക്കെ ആയിട്ട് പല കളറുകളിലൊക്കെ ഇങ്ങനെ ഫ്ലവർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇതിനെ ഫുള്ളാക്കാത്തത് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്ലോത്ത് തീർന്നും പോയി, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ കണ്ട വീഡിയോയിൽ നിന്നാണ് ഇത് പഠിച്ചെടുത്തതും അന്നൊന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.